CGL 2024 ടയർ 1 11/9/2024 ഷിഫ്റ്റ് എന്താണ്? ഷിഫ്റ്റ് 2 ആണ് ചെയ്യുന്നത്. മാത്സിൽ എന്താ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ എന്താണ്? സ്ഥിരം കള്ളനും പോലീസും ക്വസ്റ്റ്യനാണ്. പോലീസും കള്ളനും ഡിസ്റ്റൻസ് എന്താ? ഇവിടെ 200 മീറ്റർ തന്നിട്ടുണ്ട്. കള്ളൻ ഓടിയത് 10 km/h, പോലീസ് ഓടിയത് 11 km/h. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 9 minutes എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് രണ്ടുപേരും എന്താണ്? സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് 11-10 പോയ എത്ര? 1 km/h ആണ് ഇവരുടെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 1 km/h എന്താണ്? മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. ഇൻറ്റു 5/18 കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പോയിട്ട് എന്താണ്? ഇൻറ്റു 5/18 വരും. ഇൻറ്റു 5/18 ആണ്. ഇത്രയും മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഇവർ എത്ര മിനിറ്റ് കൊണ്ടാണ് അത് ചെയ്തത്? 9 മിനിറ്റ്. 9 മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കുമ്പോൾ എത്രയാണ്? 60 ചെയ്താൽ മതി. 540 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ സോൾവ് ഫോർ x ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ x = എത്രയാണ്? 540 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 5 വരും. 540 ഡിവൈഡ് ബൈ 18 ചെയ്യുമ്പോൾ എത്രയാണ്? 30 വരും. 35 150 വരും. 150 കറക്റ്റ് ആൻസർ. ഓക്കെ. 150 ഇവർ കവർ ചെയ്തു. 200 മൊത്തം 200 ആണോ ഉള്ളത്? അതിനകത്ത് 150 അവർ കവർ ചെയ്തു. ബാക്കി എത്രയാണ്? 50 ഉള്ളൂ. അതാണ് കറക്റ്റ് ആൻസർ. അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്ററാണ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ട്രയാങ്കിൾ ABC AB = AC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ട്രയാങ്കിൾ ഐസോസെലസ് ആണെന്ന് മനസ്സിലായി. ഒരു ട്രയാങ്കിളിൽ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ആ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ABC എന്ന് പറയുമ്പം ഈ 2 സൈഡ് ഈക്വൽ. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിൾ A എന്ന് പറയുന്നത് 180 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം മൊത്തം സം എന്ന് പറയുന്നത് എത്രയാണ്? 180. 180 നിന്ന് 80 പോയാൽ എത്രയാണ്? ബാക്കി 100 ഉള്ളത്. ഈ 100 ഈ 2 Cയും Bയും കൂടെ ഒന്നിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? രണ്ടും സെയിമാണ്. അപ്പം 100 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 50 വരും. 50 ആണ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എസ് കുറച്ച് പൈസ RAന് ബോറോ ചെയ്തു. അപ്പോൾ തിരിച്ചെന്താ? 8% ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പുള്ളി വാങ്ങിയത്. പക്ഷേ എന്താ? എസ് ആ പൈസ മറിച്ച് ഇൻവെസ്റ്റ് ചെയ്തു വേറെ സ്ഥലത്ത്. അവിടെ എന്താണ്? അയാൾക്ക് 5% പ്രോഫിറ്റ് കിട്ടും ആഫ്റ്റർ പേയിങ് 6 കൊടുത്തതിന് ശേഷം 5% ലാഭം കിട്ടും. അങ്ങനെയാണ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഡസ് R വുഡ് ഹാവ് ഗെയിൻഡ് ഇഫ് ഹി വുഡ് ഹാവ് ഇൻവെസ്റ്റ് സ്കീം ഡയറക്റ്റ്ലി എന്നാണ് ചോദിച്ചേക്കുന്നത്. 6 ഇടനിലക്കാരനില്ലാതെ S ഇല്ലാതെ നേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇത്ര കിട്ടിയെന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം എസ്സിന് 5% ലാഭം എന്തായാലും കിട്ടും. 6ന് എന്താണ്? ഈ എസ് കൊടുക്കുന്ന പലിശ ഇനത്തിൽ എത്ര? 8% കിട്ടും. അപ്പം 8ഉം 5ഉം കൂടെ 8ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 13%ആണ് ആർക്ക് കിട്ടുക? 6 നേരെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുക. ആൻസർ എത്രയാണ്? 13%. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ആർ 25:144, ദ റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സൈഡുകളുടെ റേഷ്യോ S1/S2 ആണെങ്കിൽ അവരുടെ ഏരിയയുടെ റേഷ്യോ എത്രയായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് A1/A2 കിട്ടണമെങ്കിൽ എന്താണ്? S1/S2ൻ്റെ സ്ക്വയർ ചെയ്ത് കിട്ടാൽ മതി. ഇവിടെ നമ്മളിവിടെ തിരിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഏരിയയുടെ തന്നിട്ടുണ്ട്. സൈഡിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റൂട്ട് എടുത്ത് വിട്ടാൽ മതി. 25ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 5 വരും. 144 റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 12 വരും. അപ്പം 5:12 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
എന്താ പറയുക, ട്രയാങ്കിൾ പി ക്യു ആർ എം എൻ എസ് എന്താണ് മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് 46 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ എം എൻ ആർ ക്യൂ. എം എൻ ആർ ക്യൂ. എന്താ ഈ ഫിഗർ തെറ്റുണ്ട്, നമുക്കൊന്നുകൂടെ വരയ്ക്കാം. ഇവിടെ ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യൂവിന് നടുക്കാണ് എം, പിയുടെ നടുക്കാണ് എന്ത് എൻ വരുന്നത്, എസ് ഇവിടെയാണ് വരുന്നത്. ചോദിച്ചേക്കുന്നത് എം എൻ ആർ ക്യൂ ഈ ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എം എൻ എസ് ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ് എം എൻ എസ് മിഡ് പോയിൻ്റാണ്. നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് ഈ എം എൻ ആർ ക്യൂ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, അതായത് 46 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് എന്താണ് ഈ ചെറിയ ട്രയാങ്കിൾ പി എൻ എം എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിൾ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പി ക്യു ആർ എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ എം എൻ എസ് മിഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോം ചെയ്യുന്ന ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായിരിക്കും, 46 ഡിവൈഡ് ബൈ 4 ചെയ്യുന്നതാണ്. 46 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, ഇത് വരുന്നത് 11.5 ആണ്. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, അതായത് 46 വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, പി ക്യു ആർ എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് 11.5 ചെയ്താൽ എന്താണ് ഈ എം എൻ ആർ ക്യൂ എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ കിട്ടും. 46 നിന്ന് 10 പോയാൽ എത്രയാണ് 36, 36 നിന്ന് 1 പോയാൽ 35, 35 നിന്ന് 0.5 പോയാൽ 34.5 എന്നാണ് കറക്റ്റ് ആൻസർ കിട്ടുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വൺ ഓഫ് ഹൂസ് ഡയഗണൽ എന്ന് പറയുന്നത് 4.8 മീറ്റർ ലോങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം സ്ക്വയറാണ്, അതിൻ്റെ ഡയഗണലാണെന്ന് വന്നേക്കുന്നത് എത്രയാണ് 4.8 എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്താണ്, അത് √2a വരും. അതായത് √2aയുടെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് എത്രയാണ് 4.8. തൽക്കാലം എന്താ നമുക്ക് എക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ √2ൻ്റെ വാല്യൂ ആണ് എന്ത് 4.8. അപ്പം 1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 1ൻ്റെ വാല്യൂ എന്ത് വരും 4.8 ഡിവൈഡ് ബൈ √2 വരും. ഇതാണ് ഒരു സൈഡിൻ്റെ വാല്യൂ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് ദ സ്ക്വയറിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 4.8 ബൈ √2 ഇൻറ്റു 4.8 ബൈ √2 ആണ്. ഇതാണ് ഏരിയ വരുന്നത്. ഇത് ചെയ്യുമ്പോൾ ഏരിയ വരും. ഇവിടെ 4.8ൻ്റെ സ്ക്വയർ എത്രയാണ്, 48ൻ്റെ സ്ക്വയർ 23.04. അപ്പം 4.8ൻ്റെ സ്ക്വയർ വരുമ്പോൾ എത്രയാണ് 23.04 എന്ന് വരും. പിന്നെ √2 √2 വരും. അപ്പം 23.04ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ് 11.52 എന്ന് വരും. ഇതാണ് സ്ക്വയറിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ, ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് ഹി സ്കോർ ദ ഹയസ്റ്റ് മാർക്ക് ഇൻ പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശതമാനം നോക്കുമ്പോൾ ഇവിടെ എന്താ 100-ൽ 73 മാർക്ക് കിട്ടിയത്. എത്ര 73% തന്നെയാണ്. ഹിന്ദിയുടെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് 7-8 86. അതായത് 80 മാർക്കിൻ്റെ 70% എന്ത് ഹിന്ദിക്ക് വരുന്നത്. അപ്പോൾ ഹിന്ദിക്കൊക്കെ 70% കിട്ടുന്നുള്ളൂ. ഇവിടെ സയൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എത്രയാണ് 45-ന് 75-ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 9/15 വരും. അപ്പം 3/5 വരും. അതത്രേ ഉള്ളൂ. ഇത് 60% ഉള്ളൂ. ഈ മാത്തമാറ്റിക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ എത്രയാണ് 90/125 വരും. അപ്പം 90-നെ 125 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 90/5 ചെയ്യുമ്പോൾ 18 വരും. ഡിവൈഡ് ബൈ 125 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ് 25 വരും. ഇൻറ്റു പെർസെൻറ്റേജിലേക്കൊക്കെ എന്താ ഇൻറ്റു 100 കൊടുക്കുക. 25 100 കൂടെ വെട്ടിപ്പോയി. 18 × 4 എന്ന് പറയുമ്പോൾ എത്ര 72% ഇവിടെ വരുന്നത്.
ഇനി 45/60 ചെയ്യുമ്പോൾ എത്രയാണ്? 45/60 രണ്ട് സൈഡിലും 5 കൊണ്ട് വെട്ടിക്കളഞ്ഞു. 9/12 വരും. പിന്നെ നമ്മൾ 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 3 3 7 3 4 12. 75% വരുന്നത്. ഏറ്റവും കൂടുതൽ ശതമാനം വന്നേക്കുന്നത് ഏതാണ്? 75% IT ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? 4/3 ഇൻറ്റു tan 60യുടെ വാല്യൂ എത്രയാണ്? √3. ആ സ്ക്വയർ എടുക്കുമ്പോൾ √3 ഇൻറ്റു √3 3 വരും. പ്ലസ് 3 ഇൻറ്റു cos 30യുടെ വാല്യൂ എത്രയാണ്? cos 30യുടെ വാല്യൂ √3/2 ആണ്. അപ്പം അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? √3യുടെ സ്ക്വയർ 3/4 വരും. മൈനസ് 2 sec square 30 ആണ്. sec square 30 എടുക്കുമ്പോൾ എത്രയാണ്? sec 30 എടുക്കുമ്പോൾ എത്രയാണ്? അത് 2/√3 ആണ്. അപ്പം 2 ഇൻറ്റു സ്ക്വയർ എടുക്കണം. 2/√3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 4/3 വരും. മൈനസ് 3/4 ഇൻറ്റു എത്രയാണ്? cot 60 ആണ്. cot 60യുടെ വാല്യൂ എത്രയാണ്? 1/√3 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 1/√3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 1/3 വരും. ഇതാണ് ന്യൂമറേറ്ററിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പം 3യും 3യും കട്ട് ചെയ്ത് പോയി. ഇവിടെ 3യും 3യും കട്ട് ചെയ്ത് പോയി. താഴെ ഡിനോമിനേറ്റർ എന്താ വരുന്നത്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ ഓർമ്മ വരുന്നത്? സൈൻ എ മൈനസ് സൈൻ എ മൈനസ് ബിയുടെ ഇക്വേഷനാണ് എന്ത്? സൈൻ എ മൈനസ് ബിയുടെ ഇക്വേഷനാണ് എന്ത്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇപ്പോൾ എ 60 ബി 30 വഴി എടുത്താൽ എത്രയാണ്? 60 മൈനസ് 30 വരും. അപ്പോൾ എത്രയാണ്? സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 വരും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. ഇനി ഇക്വേഷൻ ഇല്ലാതെ സോൾവ് ചെയ്താൽ എങ്ങനെ? സൈൻ 60 കോസ് 30 ഒന്ന് തന്നെയാണ്. √3/2. അപ്പോൾ √3/2 ഇൻറ്റു √3/2 ഇൻറ്റു √3/2 മൈനസ് 1/2 ഇൻറ്റു 1/2 വരും. ഇത് ചെയ്യുമ്പോഴും എന്താണ്? 1/2 തന്നെയാണ് വരുന്നത്. കാരണം √3/2 ഇൻറ്റു √3/2 എത്രയാണ്? √3 ഇൻറ്റു √3 3 വരും. 3/4 വരും. 3/4 നിന്ന് 1/4 കുറയ്ക്കുക ചെയ്യുന്നത്. 1/2 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ എത്രയാണ്? 1/4 വരും. അപ്പം 3/4 നിന്ന് 1/4 കുറയ്ക്കുക എന്താ കിട്ടുന്നത്? അത് 1/2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മൊത്തം പോയിട്ട് ഡിനോമിനേറ്റർ എന്താ? 1/2 വരും. ന്യൂമറേറ്റർ നമുക്കൊന്നും കൂടെ വൃത്തിയായിട്ട് എഴുതാം. ഇത് മൊത്തം പോയിട്ട് എന്താണ്? ഇവിടെ 4 വരും. ഇവിടെ എന്താണ്? 9/4 വരും. ഇനി ഇവിടെ എന്താണ്? ഇവിടെ 8/3 വരും. ഇവിടെ 1/4 വരും. ഇനി ഇവിടെ എന്തായി? 9/4 നിന്ന് 1/4 പോയാൽ എത്രയാണ്? 8/4 ആണ്. 8/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ പോയിട്ട് എന്താണ്? 2 വരും. ഇത് 4 2 6 വരും. 6 മൈനസ് 8/3/1/2 ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്രയാണ്? 6 3s are 18. 18 മൈനസ് 8 10/3 ആണ് ഇവിടെ വരിക. മൊത്തം 10/3/1/2 വരും. അപ്പോൾ ഇത് 2/1 വരും. അപ്പോൾ ഇത് എന്താണ്? മൊത്തം പോയിട്ട് 20/3 എന്ന് വരും. അപ്പം 3 6 ആർ എത്ര? 18 വരും. പിന്നെ എന്താണ്? 2 റിമൈൻഡർ 6 ആൻഡ് 2/3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ സൈൻ എ ഇതെന്ന് പറയുന്നത് 1/2 തന്നിട്ടുണ്ട്. സൈൻ എ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ് സി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കോസ് സി എടുക്കുമ്പോൾ എത്രയാണ്? കോസ് സി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്.
ഇതാണ് അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടനസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എടുക്കുമ്പോൾ എത്രയാണ്? 1/2 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ? The quotient when the mean proportion of 7 and 1/5 and 245 is divided by an even prime number എന്നാണ് ചോദിച്ചേക്കുന്നത്. 7 and 1/5 245 മീൻ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ എത്രയാണ്? √, അത് തമ്മിൽ ചെയ്താൽ മതി. ഇവിടെ 7 and 1/5 മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര? 7 5 35 1 36 ഡിവൈഡ് ബൈ എത്രയാണ്? 36 ഡിവൈഡ് ബൈ 5 വരും. അപ്പം 245 5 കൂടെ വെട്ടിപ്പോയി എത്രയാണ്? 49 വരും. ഇനി 36 49 റൂട്ടിന് പുറത്ത് പറഞ്ഞാൽ എത്രയാണ്? 6 × 7 ആവും. 6 7 42. ഇനി ഇതിനെ എന്താണ്? ഒരു ഈവൻ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ആകെയുള്ളൊരു ഈവൻ പ്രൈം നമ്പർ എന്താണ്? അത് 2 ആണ്. 42 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 21 എന്ന് വരും. അതാണ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരുന്നത് ഡ്യൂറിങ് ഒക്ടോബർ ടു ഡിസംബർ ദെയർ വാസ് ആൻ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഇതിനകത്ത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒക്ടോബറിൽ എത്ര ഉള്ള? 200 180 ആണോ? 180 ആയിരിക്കും അല്ലേ. അതിൽ നിന്ന് ഡിസംബർ ആയപ്പോൾ എത്രയായി? 21 ആണോ? 21 18 85. കുറച്ച് കഴിയുമ്പം എത്ര വ്യത്യാസം വരുന്നത്? 11,750 വ്യത്യാസം വരും. ഇത് 2 വർഷത്തെയാണ് ഇത് വന്നേക്കുന്നത്. 2 വർഷത്തെ, കാരണം ഇതിനിടെ 2 വർഷമല്ല 2 മാസത്തെയാണ്. 2 മാസം കൊണ്ടാണ് 11,750 കൂടിയിരിക്കുന്നത്. നമുക്ക് 1 മാസത്തെ കണ്ടാലേ എന്ത് റേറ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതെന്താണ്? ഇത് 2 മാസത്തെ ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് 1 മാസം എത്ര കൂടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര? 5,852 വരും. 52.5 എന്ന് വരും. ഇതാണ് 1 മാസം കൊണ്ട് കൂടിയത്. മാസം 5,852 കൂടിയെന്ന് എടുത്താൽ മതി. അപ്പം എവിടെ നിന്ന് തുടങ്ങുന്നത്? 20,000 എന്നല്ലേ. അതായത് 200 180 അപേക്ഷിച്ച് അടുത്ത മാസം 5,852.5 കൂടി. അപ്പം 5,852.5 കൂടി ഇൻറ്റു 100 ചെയ്താൽ എന്താണ് ആൻസർ കിട്ടും. സോ ഒരു 0 ഇവിടെ കട്ട് ചെയ്ത് പോകുന്നു. ഒരു 0 ഈ ഒരു 0 വെട്ടിപ്പോയി. ഈ 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താണ്? ആ ഒരു 0 പോകും. അല്ല, ഒരു പോയിൻറ്റും പോകും. 5 8 5 2 5 ഡിവൈഡ് ബൈ 200 180 ചെയ്താൽ മതി. 180 വേണ്ട, എത്രയാണ്? 20,180 ചെയ്താൽ മതി. ഇവിടെ എന്താ? 20,018 അപ്പം 20,018 ഇൻറ്റു 2 ചെയ്യുമ്പോൾ തന്നെ എന്താണ്? 40,036 വരും. നമുക്കിവിടെ 58,000 കിട്ടിയാൽ മതി. 2 തവണ ചെയ്യുമ്പം 40,036 വരും. പിന്നെ ഒരു 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20,018 പകുതി എത്രയാണ്? 10,009. അപ്പം 40,036 കൂടെ ഒരു 10,009 കൂടെ ആഡ് ചെയ്യാത്ത 50,045 ആവും. പിന്നെന്താണ്? ഒരു 8,525, ഒരു 8,520 കൂടെ 8,500 അല്ല 8,480 കൂടെ എത്തിയാൽ മതി. അപ്പം 2.5 തൊട്ട് മുകളിൽ എവിടെയാണ് ആൻസർ വരുന്നത്. എന്നാൽ 3 തൊട്ട് വരത്തില്ല, കാരണം 3 വന്നാൽ 60,000 റേഞ്ചിലേക്ക് പോകും. അപ്പോൾ എത്ര? 2.9 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇവിടെ എന്താ? cos 56 ഇൻറ്റു cos 34 അല്ല cosec 56 ഇൻറ്റു cos 34 എന്ന് പറയുന്നത് എന്താണ്? അത് 1 ആണ്. മൈനസ് cos 59
ഇൻറ്റു കൊസീക് 31 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്താ 1 - 1 0 ആവും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ കൊസീക് 56/cos 34 1 ആവുന്നത്? എന്തുകൊണ്ടാണ്? കോസ് 34 കൊസീക്കിന് എന്താണ് ഞാൻ സൈൻ 56 എന്ന് എഴുതുക. ഇവിടെ ഈ സൈൻ 56 എനിക്ക് എന്താണ് കോസ് 90 - 34 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്തായാലും ഫുള്ള് പോയിട്ട് കോസ് 34 എന്നാവും. അപ്പോൾ ഇവിടെ കോസ് 34ഉം കോസ് 34ഉം വെട്ടിപ്പോയിട്ട് 1 ആവും. അങ്ങനെയാണ് ഇവിടെ 1 വന്നത്. സിമിലർലി ആണ് ഇവിടെ 1 വന്നത്. 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആവും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്കപ്പം. ഇവിടെ എന്തായത് a² + b² + ab. ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതാണെന്നാണ് പറഞ്ഞു ഏത് വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും പോർഷൻ നമുക്ക് വരുന്ന അറിയാം. എവിടെ ഒന്നുമില്ലെങ്കിൽ a³ + b³ ഫോർമുലയിലും വരും, a³ - b³ ഫോർമുലയിലും വരും. ഇപ്പോൾ ഇത് രണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് a³ - b³ ഇൻറ്റു a² + b² + ab വരും. അതേസമയം ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ a + b ഇൻറ്റു a² + b² + ab വരും. ഇവിടെ ഇത്രയും പോർഷൻ എന്താണ് ഇത് 1 ആയി പോകും. കാരണം എന്താ 1.55ന് 0.55 കുറച്ച് എത്രയാണ് 1 വരും. 1 ഇൻറ്റു സംതിങ് എന്ന് പറയുന്നത് എന്താ ഈ പോർഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് എത്ര a³ - b³ ആണ്. ഇത് വരത്തില്ല, സ്ക്വയർ വരത്തില്ല, ഇത് വരത്തില്ല, ഇതെന്താണ് പ്ലസ്സാണ് വരുന്നത്. അപ്പം 1.55 + 0.55 ചെയ്യുമ്പോൾ എത്രയാണ് 2 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ 2.1 ഇൻറ്റു വരും ഇതിൻ്റെ കൂടെ. അപ്പം ഇതും വരത്തില്ല, ഇതും വരത്തില്ല. ഇവിടെ ഈ ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്, എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. അതായത് a³ + b³ എന്താണ് a + b ഇൻറ്റു a² + b² - ab കേട്ടോ. നേരത്തെ ഞാൻ ഇവിടെ +ab എന്ന് എഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ +ab ആണ് വന്നേക്കുന്നത്. അപ്പം ഇതും വരത്തില്ല, അതായത് ഓപ്ഷൻ ഫസ്റ്റും വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്കപ്പം. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്, രണ്ട് ട്രയാങ്കിൾ ABC ആൻഡ് RPQ ആർ കോൺഗ്രുവൻ്റ്. ദെൻ ദ സൈഡ് ഓഫ് ABC ദാറ്റ് കറസ്പോണ്ട്സ് ടു PQ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ട് ട്രയാങ്കിൾ വരച്ചോളാം. ഒന്ന് ABC, അതുപോലെ ഇപ്പുറത്തെ RPQ. PQൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഏതാ BC. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 0.4x + 0.16y = 1.7 ആൻഡ് 0.3x + 0.12y = 3.4. രണ്ട് ലൈൻ തന്നേക്കുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻ്റ് നോക്കുക. ഇവിടെ 0.4 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പം 4 എന്ന് എടുത്തോളൂ. ഇവിടെ എന്താണ് 3 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പം 0.3 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പം ഞാൻ 3 എന്ന് എടുത്തു. അതുപോലെ തന്നെ വൈയുടെ കോഎഫിഷ്യൻ്റ് എടുക്കുക. അപ്പം ഇവിടെ 16 വരും. 16 ഇത് എത്രയാണ് 12 ആണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് 4/3 എന്ന് തന്നെ വരും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റുകളുടെ റേഷ്യോയും വൈയുടെ കോഎഫിഷ്യൻ്റ് റേഷ്യോയും സെയിം ആണ്, ഈക്വൽ ടു. ഇനി അല്ലാതെ കിടക്കുന്ന നമ്പർ 1.7 ആണ് 34 ആണ്. 1.7 ആണ് 3.4 ആണ്. ഇത് എത്ര ഇത് 1/2 ആണ് വരുന്നത്. അപ്പം ഇവിടുത്തെ കേസ് എങ്ങനെയാണ് വരുന്നത് A1/A2 = B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആണ്. ഈ കേസ് വരുമ്പം എന്താ വരുന്നത് നോ സൊല്യൂഷനാണ് വരുന്നത്. സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്താ A³ - B³ A² പ്ലസ് 12 × 42 എത്രയാണ് 504 വരുന്നത്. അപ്പോൾ ഇത് AB +
ബി സ്ക്വയർ ആണ്. ഇവിടെ എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയറാണ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ വരും. അപ്പം ഇതും കൂടെ കട്ട് ചെയ്ത് പോയി. എ മൈനസ് ബി ആണ് വരുന്നുണ്ടാവുക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 മൈനസ് 1.2. 4 1 പോയാൽ എത്രയാണ്? 3.2 0.2 പോയാൽ 3 തന്നെ ഉത്തരം. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 5 ഡിഫറെൻറ്റ് കമ്പനി PQRST ആണെന്നാണ്. ടേക്കിംഗ് ഓൾ കമ്പനീസ് ടുഗദർ ഹൗ മെനി പ്ലാസ്റ്റിക് ബാഗ്സ് ഓഫ് ബ്രാൻഡ് ബി ഹാവ് ബീൻ മാനുഫാക്ചർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച് കമ്പനി മാനുഫാക്ചേഴ്സ് എത്രയാണ്? 1, 10, 100, 1000, 10,000, ലക്ഷം. 1,00,000 ബാറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ? പി 1,00,000 ബാറ്റ്സ് മൊത്തം ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് 65% ഉണ്ടാകും. അപ്പോൾ ബാക്കി 35,000 ആണ് പ്ലാസ്റ്റിക് ഉണ്ടാകുന്നത്. ഇനി ആ 35,000 തന്നെ എന്താണ്? 7:3 ബ്രാൻഡ് എയും ബ്രാൻഡ് ബിയും ഉണ്ടാക്കുന്നത്. ഈ 35,000 എന്നുള്ള എന്താണ്? 7 3 10 സൂചിപ്പിക്കുന്നതാണ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3500 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ബ്രാൻഡ് ബിയുടെ കാര്യം നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 7ൻ്റെയാണ് വേണ്ടത്. അപ്പോൾ 7 ഇൻറ്റു 3500 ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പോൾ 7 യൂണിറ്റ് എന്ന് പറയുന്നത് 24,500 വരും. ഇതുപോലെ എന്താണ്? QRST കണ്ടുപിടിക്കണം. ഇവിടെ എത്രയാണ്? 30,000 വരും പ്ലാസ്റ്റിക് ബാറ്റ്. ഈ 30,000 എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താ? 7ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 15 വരും. ഈ 15ഉം 30,000 കൂടെ വെട്ടുമ്പോൾ എത്ര? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 2000 വരും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 2000 ആണെങ്കിൽ ഈ 8 യൂണിറ്റിൻ്റെ വാല്യൂ, അതാണ് ബ്രാൻഡ് ബി ഉണ്ടാക്കുന്നത്. 8 യൂണിറ്റിൻ്റെ വാല്യൂ എന്ത് വരും? 8 ഇൻറ്റു 2000 ചെയ്യുമ്പോൾ എത്രയാണ്? 16,000 ബാറ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കേസ് വരുമ്പോൾ എത്രയാണ്? 40,000 ആണ്. 40,000ൻ്റെ ഈക്വലായിട്ടുള്ള വാല്യൂ എത്രയാണ്? 19ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 25 വരും. അപ്പം ഇവിടെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1600 വരും. നമ്മളോട് ചോദിച്ചേക്കുന്നതാ 16ൽ 6ൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1600 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്രയാണ്? 9,600 എന്ന് വരും. ഇനി പിന്നെന്താണ്? 30,000 വരും. 30,000നെ പിന്നെ റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 7ഉം 8ഉം കൂടെ കൂട്ടി 15 വരും. അപ്പം 30,000 സൂചിപ്പിക്കുന്നത് 15 നമ്മൾ നേരത്തെ എടുത്ത സെയിം റേഷ്യോ തന്നെയാണ്. ക്യൂയുടെ അതേ രീതി തന്നെയാണ് ഇവിടെയും വരുന്നത്. 8ൻ്റെ വാല്യൂ തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 16,000 തന്നെ വരും. എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് എന്തുകൊണ്ടാണ്? ഇവിടെ 70 തന്നെയാണ്, ഇവിടെ 70 തന്നെയാണ്. 7:8 തന്നെയാണ്, ഇവിടെ 7:8 തന്നെയാണ്. ഇത് രണ്ടും 1,00,000 തന്നെയാണ്. ഇനി ടീയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ടീ എത്രയാണ്? 50,000 ആണ് വരുന്നത്. 50,000ൻ്റെ വാല്യൂ എത്രയാണ്? 3 2 5 അപ്പം ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 10,000 ആണ്. 3 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 30,000 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ആൻസർ വരുന്നത്. ഇവിടെ 16ഉം 32, 30, 60, 62, 24,500 കൂടെ കൂട്ടി എത്രയാണ്? 62ഉം 20ഉം കൂടെ കൂട്ടി 72, 82, 84,500 വരും. സോറി, 84,500 86,500 വരും. 86,500 9,600 കൂട്ടി എത്രയാണ്? 96,100 എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 50നും 76നും ഇടയിൽ കിടക്കുന്ന നമ്പറുകളുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 50നും 76നും ഇടയ്ക്കുള്ള പ്രൈം നമ്പർ എത്രയാണ്? 51, 53, 59, 61 വരും. 71, 73. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? 67 ഉണ്ടല്ലോ. 67
77, 71, 73 ഇത്രയാണ് പ്രൈം നമ്പർ വരിക. ഇത്രയാണ് 1, 2, 3, 4, 5, 6, 7 4 ഡിവൈഡ് ബൈ 7 ചെയ്താൽ മതി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? ഇപ്പം 50 3 തവണ കൂട്ടുമ്പോൾ എത്രയാണ്? 150 പ്ലസ് 120 പ്ലസ് 140 അതിൻ്റെ കൂടത്തിൽ ചെറിയ എല്ലാം കൂടെ കൂട്ടണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 410 വരും. ഇനി 3 1 4 അല്ല വേണ്ട 10 13 17 17 8 എത്രയാണ്? 25 വരും. ഇതിൻ്റെ കൂടെ 25 കൂടെ കൂട്ടി എത്രയാണ്? 435 സമ്മ് വരുന്നത്. 435 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ എത്രയാണ്? 6 7 42 വരും. 1 റിമൈൻഡർ 62 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. 62 ആൻഡ് 1/7 ആണ് വരുന്നത്. ഇവിടെ തെറ്റ് പറ്റിയല്ലോ, പ്രൈം നമ്പർ തെറ്റിപ്പോയോ? 51 അയ്യോ 51 പ്രൈം നമ്പർ അല്ല. 51 5 1 കൂടെ കൂട്ടി 6 വരും. അത് 3ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പം 51 വരത്തില്ല. പ്രൈം നമ്പർ ഏതൊക്കെ വരുള്ളൂ? 53 59 61 67 71 73 വരുന്നുള്ളൂ. മൊത്തം പ്രൈം നമ്പർ 6 വരും. 435 എന്താണ്? ഈ 51 കുറച്ചാൽ മതി. അപ്പം 435 435 61 61 51 അങ്ങ് കുറച്ചിട്ട് ബൈ 6 ചെയ്താൽ മതി. അപ്പം 435 മൈനസ് 51 ചെയ്യുമ്പോൾ എത്രയാണ്? 384 എന്ന് വരും. അത് ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്രയാണ്? 6 36 റിമൈൻഡർ 2 വരും. 6 4 24 64 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ the cost price of a bat is 75% of the market price. Calculate the gain percentage after allowing a discount of 15% എന്ന് യൂസ് ചെയ്യുന്നത്. എന്താ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നത്. 75% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 ആണ്. 3/4 തന്നെ എടുത്തുള്ളത്. 300 രൂപ 400 രൂപ ചോദിച്ചതിന് കാൽക്കുലേറ്റ് ദ ഗെയിൻ പെർസെൻറ്റേജ് ആഫ്റ്റർ അലവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 15%. ഡിസ്കൗണ്ട് എവിടെ? എപ്പോഴും മാർക്ക് പ്രൈസിൽ കൊടുക്കുള്ളൂ. 400 ഇൻറ്റു 15% ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്. അപ്പം എത്ര രൂപയ്ക്കാണ് വിറ്റത്? ഒന്നുമില്ല, 15% ഡിസ്കൗണ്ട് കൊടുത്തു. ബാക്കി എത്ര? 85% ഉണ്ട് ബൈ 100. അപ്പം 85 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 8 4 32 320 5 4 20 320 20 കൂടെ കൂട്ടി 340 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 340 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 40 രൂപയാണ് പ്രോഫിറ്റ്. എന്തിൽ? കോസ്റ്റ് പ്രൈസായ 300 ഇൻറ്റു 100 കൊടുക്കുക. അപ്പോൾ 40/3 ചെയ്യുമ്പോൾ എത്രയാണ്? 13 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 39 വരും. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 1 റിമൈൻഡർ ഡിവൈഡ് ബൈ 1. 13 ആൻഡ് 1/3 ആണ് കറക്റ്റ് ആൻസർ. അതായത് 13.333. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരാളുടെ സാലറി 25% കൂട്ടി, അത് കഴിഞ്ഞ് 12% കുറച്ചു. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, സക്സസീവ് ചെയ്താൽ മതി. 25 മൈനസ് 12 മൈനസ് 12 ഇൻറ്റു 25/100 ഇവിടെ ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ എഫക്റ്റീവ് പെർസെൻറ്റേജ്. അപ്പം 1 4 4 3 12 വരും. 25 10 പോയാൽ എത്രയാണ്? 15 15 2 പോയാൽ 13 13 3 പോയാൽ എത്രയാണ്? 10% എഫക്റ്റീവ് പെർസെൻറ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 10 20 ഡിവൈഡ് ബൈ 4/3. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു തന്നെയാണ്. അപ്പം 26 + 4 - 11 ആൻഡ് 2/3. ഇവിടെ എന്താ ബോഡ് മാസ് വേണം ഉപയോഗിക്കാൻ.
ബി എന്താണ് ബ്രാക്കറ്റാണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യണം. 26ഉം 4ഉം കൂടെ കൂട്ടി എത്ര 30 വരും. 4 മൊത്തം പോയിട്ടുണ്ട് ഇവിടെ 30 വരും. ഇനി അടുത്ത് എന്താ ഓഫാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും ഭാഗം ചെയ്യുമ്പോൾ എത്രയാണ് ഇത് 10 വരും. ഇനി അടുത്ത് എന്താണ് ഡിവിഷനാണോ ചെയ്യേണ്ടതല്ല. കാരണം എന്താണ് ഇത്രയും ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഇത് കണ്ടോ. അത് ചെയ്തതിന് ശേഷം മാത്രം എന്താണ് ഈ ഡിവിഷന് പ്രയോറിറ്റി കൊടുത്താൽ മതി. 40 - 11 and 2/3 വരും. അകത്ത് മൊത്തവും പോയിട്ട് എന്താണ് 40 വരും. 40 - 11 and 2/3 വരും. ഇവിടെ ഇപ്പോൾ എന്താ ഞാൻ മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര 33 + 2 35/3 വരും. 35/3 വരും. ഇവിടെ ഇപ്പം LCMലേക്ക് പോകുമ്പോൾ എത്ര 4 3s 12 120 35 കുറച്ചാൽ മതി. തൊമ്പോട്ട് എന്താണ് 120 - 35 / 3 വരും. ഇവിടെ 120 - 35 ചെയ്യുമ്പോൾ എത്ര വരുന്നത് ഇവിടെ 85 വരും. ഇനി എന്താ ഇത് 10 20 / 85/3 എന്നാണ്. അപ്പം ഇത് റെസിപ്രോക്കലായിട്ട് പോകുമ്പോൾ 3/85 വരും. ഇത് മൊത്തം പോയിട്ട് 3/85 എന്നാവും. 10 20 85 കൂടെ വെട്ടി കളഞ്ഞാൽ എത്രയാണ് 12 വരും. 12 × 3 ചെയ്യുമ്പോൾ ആൻസർ 36 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. 5 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ എന്താണ് ഓട്ടോമാറ്റിക്കലി 10 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സംഖ്യയുള്ളൂ. ഏതാണ് 63 840 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ടെർമിനേറ്റ് ചെയ്യുന്നത് എന്തുമായിരിക്കും 10 കൊണ്ട് തന്നെയായിരിക്കും ടെർമിനേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് ഓഫ് മാനുഫാക്ചർ M2 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് ഓഫ് മാനുഫാക്ചർ M4 ഡ്യൂറിങ് 2016 to 2019 ചോദിച്ചിരിക്കുന്നത്. വേണ്ട ഏതൊക്കെയാണ് M2 M4. ഇവിടെ എന്താ 200 വെട്ടിപ്പോയി 190 230 190 പോയാൽ എത്രയാണ് 40 വരും. പ്ലസ് 220 180 പോയാൽ എത്രയാണ് അതും 40 വരും. പ്ലസ് 210 170 പോയാൽ എത്രയാണ് 30 അതും 40 വരും. പ്ലസ് 240 160 പോയാൽ എത്രയാണ് ഉണ്ടാവുക 60 വരും. അപ്പോൾ 40 3 തവണ കൂട്ടുമ്പോൾ 120 60 കൂടെ വന്നാൽ 180 ആണ്. 180 എല്ലാം 100 ഫിഗേഴ്സാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 18,000 ആണ് ആൻസർ വരുന്നത്. തെറ്റിപ്പോയല്ലോ. മൈനസ് ചെയ്തപ്പോൾ എവിടെ വരും പക്ഷേ പറ്റുമോ 200 പോയി. ഇനി 230 190 പോയാൽ 40 പ്ലസ് 220 180 പോയാൽ എത്രയാണ് അതും 40. ഇനി 210 170 പോയാൽ അതും 40. 190 80 വരും. ശരി, ഇപ്പം നേരത്തേക്കാളും കൂടിയല്ലോ. What is the difference between the total number of sales? 2016 to 2019 വരെ മതി. 2020 കൂട്ടേണ്ട കാര്യമില്ല. 200 160 പോയാൽ എത്രയാണ് 40 വരും. പ്ലസ് 210 170 പോയാൽ എത്രയാണ് അതും എന്ത് തന്നെയാണ് 40 ആണ് വരുന്നത്.
ഇത്രയും പോയി. ഇനി 220 180 പോയ എത്ര? അതും 40 വരുന്നത്. ഇനി 230 190 പോയ എത്ര? അതും എന്ത് തന്നെയാണ്, 40 വരുന്നത്. അപ്പം 40 4 തവണ കൂട്ടുമ്പോൾ എത്ര? 16 വരും. എല്ലാം എന്താണ്, 40 4 തവണ കൂട്ടുമ്പോൾ 160 വരും. അതിൻ്റെ കൂടെ 2 0 കൂടെ ആഡ് ചെയ്യണം. കാരണം എന്താ, ഓൾ ഫിഗേഴ്സ് ആർ ഇൻ ഹൺഡ്രഡ്സ് എന്ന് വന്നിട്ടുണ്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 16,000 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പൈപ്പ് 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. പക്ഷേ എന്താണ്, താഴെ ഒരു ലീക്ക് ഉള്ളതുകൊണ്ട് അത് 2 മണിക്കൂർ എക്സ്ട്രാ എടുക്കും. ഇഫ് ദ ടാങ്ക് ഈസ് ഫുള്ളി ഫിൽ ദെൻ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു ഗെറ്റ് എംപ്റ്റി ഡ്യൂ ടു ദ ലീക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൈപ്പ് എ തന്നെയാണെങ്കിൽ 6 മണിക്കൂർ എടുക്കും. എയും ബിയും കൂടി ആ ജോലി ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ 2 മണിക്കൂർ എടുക്കുന്നതാണ് പറയുന്നത്. എ തന്നെ 6 മണിക്കൂർ എടുക്കും. ലീക്കും കൂടി ഉള്ളതുകൊണ്ട് എക്സ്ട്രാ 2 മണിക്കൂർ എടുക്കും. അപ്പം 8 മണിക്കൂർ എടുക്കും. ഇതിൻ്റെ LCM എടുക്കുമ്പോഴാണ് 6 8 48 ടോട്ടൽ വർക്ക് വരുന്നത്. ഇതിൻ്റെ LCM 48 വരെ പോകണ്ട എന്നാണ്. 24 ഇതിൻ്റെ LCM ഉണ്ട്. 6 4s 24, 8 3s 24. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി വരുന്നത് എത്രയാണ്? 4. എഫിഷ്യൻസി ഇവിടെ 4. എക്ക് എഫിഷ്യൻസി 4, ബിക്ക് എഫിഷ്യൻസി എത്രയാണ്? 3 വരുന്നത്. ഇനി ഇവിടെ ഒരു അബ്നോർമാലിറ്റി എന്താണ്, ഇവിടെ എ തന്നെ ജോലി ചെയ്യുമ്പം 6 മണിക്കൂറും A+B ജോലി ചെയ്യുമ്പോൾ 8 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെ സഹായത്തിന് കിട്ടുമ്പോൾ ജോലിയുടെ സമയം കുറയുമല്ലേ വേണ്ട, പക്ഷേ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താ, ഈ ബിയുടെ എന്ന് പറയുന്നത് എഫിഷ്യൻസി നെഗറ്റീവ് എഫിഷ്യൻസിയാണ്. അപ്പം ഇവിടെ ബിയുടെ തന്നെയുള്ള എഫിഷ്യൻസി കാണാൻ എന്താ ചെയ്യേണ്ടത്? എയുടെ എഫിഷ്യൻസി 4, A+Bയുടെ എഫിഷ്യൻസി 3. അപ്പം 4 3 കുറച്ചാൽ ബിയുടെ എഫിഷ്യൻസി കിട്ടും. പക്ഷേ എന്താണ്, അത് 4 3 പോയാൽ 1. പക്ഷേ എന്താണ്, ആ 1 വരുന്നത്, -1 വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി, A+B ആണ് കൂടുതൽ വരേണ്ടത്. അപ്പം A+B A കുറച്ചാൽ മതി. അപ്പം 3 4 കുറച്ചാൽ എത്രയാണ്? -1 വരും. അതാണ് ബിയുടെ എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ വർക്കും കിട്ടി, ബിയുടെ എഫിഷ്യൻസിയും കിട്ടി. 24 ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ഈ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? -1. അപ്പം 24/1 എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 25ാമത്തെ ചോദ്യം എന്താ, 8400 11,928 ആവാൻ എത്ര വർഷം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയല്ലേ, ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ടേക്ക് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 7% ഇൻട്രസ്റ്റ്. അപ്പം 8400 പ്രിൻസിപ്പളാണ്, 11,928 ഈ കൊടുക്കുന്ന മുതലും ഈ പലിശയും കൂടെ കൂട്ടി 11,928 ആവണമെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര വേണം? ഈ 11,928 8400 കുറച്ചാൽ മതി. അത് കുറയ്ക്കുമ്പോൾ എത്ര? 3,528 എന്ന് വരും. ഇതാണ് എൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം 3,528 ഇൻട്രസ്റ്റ് വരണം. ഈക്വൽ ടു പ്രിൻസിപ്പൽ എത്ര? 8400 ഇൻറ്റു റേറ്റ് എത്ര? 7 ഇൻറ്റു ടൈം ബൈ 100 ചെയ്താൽ മതി. ഇതും വെട്ടിപ്പോയി, 7 ഇതും കൂടെ വെട്ടിപ്പോയി എത്ര? 7 5 35, 2 പോവില്ല, അപ്പോൾ 0 ഇട്ട് കൊടുത്തോളാം. പിന്നെ 7 4 28 504 എന്ന് വരും. ഇവിടെ ടി അവിടെ നിർത്തുന്നു. 84 ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്രയാണ്? 504 ഡിവൈഡഡ് ബൈ 84 ചെയ്ത് ആൻസർ കിട്ടും. മുകളിൽ താഴെ ഞാൻ എന്താണ് 2 കൊണ്ട് വിട്ടു. അപ്പം 252 ഡിവൈഡഡ് ബൈ 84 പകുതി എടുക്കുമ്പോൾ 42 വരും. ഇനി എന്താണ് 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുന്നത് ഞാൻ 4 കൊണ്ട് വെട്ടുക. 2 തവണ പകുതി എടുത്താൽ മതി. 252 പകുതി എടുക്കുമ്പോൾ 126 വരും. 126 പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 63 വരും. താഴെ 42 പകുതി ഒരു തവണ പകുതി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം 4 കൊണ്ട് വെട്ടുന്ന സംഭവം നടക്കില്ല. അപ്പോൾ 252 പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 126 വരും. ഇതിൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 21 വരും. 126 ഞാൻ 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 42 വരും. ഇത് വെട്ടുമ്പോൾ 7 വരും. ഇപ്പം എന്താണ് 7 6 6 36 അല്ല
6 7 42 വരും. അപ്പം ഇതെന്താണ് ഉത്തരം 6 വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. അപ്പോൾ ഇവിടെ ഈ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.